ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ആലോചന ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യഗണത്തോട് പറയുന്ന അനുഗ്രഹീതമായ ഒരു ദൈവവചനമാണ് നാം ഇവിടെ ചിന്തിച്ചത്. കർത്താവ് അധികാരിയായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. പിതാവായ ദൈവം പുത്രന് അധികാരം കൊടുത്തു. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18-19 വാക്യത്തിൽ യേശു അത് പറയുന്നുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ ശുശ്രൂഷകളുടെ എല്ലാ മേഖലകളിലും ആ അധികാരത്തിൻ്റെ ശുശ്രൂഷ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഭൂതങ്ങൾ കീഴടങ്ങുന്നു, ഭൂതങ്ങൾ അലറിയോടുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, മരിച്ചവർ ഉയർക്കുന്നു. ഹല്ലേലൂയ. പത്രോസിന്റെ ശൂന്യമായ പടകിലേക്കും വലയിലേക്കും മീനുകളുടെ പ്രവാഹമുണ്ടാകുന്നു. കൊടുങ്കാറ്റ് ശാന്തമാക്കപ്പെടുന്നു. കടലിന്റെ മീതെ നടക്കുന്നു. ഇങ്ങനെ ദൈവമക്കളെ, യേശു ചെയ്ത സകല അത്ഭുതങ്ങളും അധികാരം കൊണ്ട് ചെയ്തതാകുന്നു എന്ന് നാം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഭൂതഗ്രസ്തരായ ആളുകൾ യേശുവിനോട് പറയുന്നത് ഇങ്ങനെയാണല്ലോ: സമയത്തിന് മുമ്പേ നീ ഞങ്ങളെ പുറത്താക്കാൻ എന്തിനു വന്നു? അപ്പോൾ പിശാചിനും അറിയാം, ഒരു സമയമുണ്ട്, അതുവരെ മാത്രമേ ഞങ്ങൾക്കിവിടെ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ യേശുവിൻ്റെ വരവ് അൺഎക്സ്പെക്റ്റഡ് ആണല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അധികാരികളുടെ മുമ്പിൽ, അധികാരിയായ യേശുവിൻ്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന പ്രകൃതി ശക്തികൾ, ദുഷ്ടശക്തികൾ, രോഗശക്തികൾ, ഹല്ലേലൂയ, അവയ്ക്കൊന്നും അധികാരിയായ യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ അധികാരപ്പെടുത്തുകയും. എന്താ അധികാരപ്പെടുത്തുന്നതെന്നറിയാമോ? പാമ്പുകൾ, തേളുകൾ, ദുഷ്ടന്റെ സകല ബലം അവ നിങ്ങളുടെ കാൽ കീഴിലായിരിക്കും. എന്ന് വെച്ചാൽ അർത്ഥം, പ്രൈസ് ദി ലോർഡ്, നിന്റെ കാലിന്റെ കീഴിൽ അമർന്നു കിടക്കുക. ഹല്ലേലൂയ. നീ ചെല്ലുന്ന സ്ഥലത്ത്, നീ നിൽക്കുന്ന ഇടത്ത് അവയ്ക്ക് പ്രബലമാകാൻ പറ്റില്ല. അവയുടെ ശക്തി കെട്ടുപോകും. ഹല്ലേലൂയ. അതുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നത്, വിശ്വസിക്കുന്ന ഏവർക്കും, പ്രൈസ് ദി ലോർഡ്, ഞാൻ ചെയ്ത അത്ഭുതം എന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും അത് ചെയ്യുവാനായിട്ട് കഴിയും. എന്ന് വെച്ചാൽ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും എല്ലാവർക്കും കർത്താവ് ഈ അധികാരം കൈമാറിയിരിക്കുക. അവരുടെ എല്ലാം കാലിന്റെ കീഴിലാകും പിശാച്. അവന്റെ പ്രവർത്തികൾ, അവൻ സബ്മിസീവ്. കാൽ കീഴെന്ന് പറഞ്ഞാൽ അവൻ സബ്മിസീവ് ആകും. അവന് ഉയരാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്, അവൻ ഉയരപ്പെടുകയില്ല. അതുപോലെ തന്നെ അടുത്ത പദം അവിടെ കണ്ടത് ഇങ്ങനെയാണല്ലോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവയ്ക്കൊന്നും ഒരു ദോഷവും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും. അവയ്ക്കൊന്നും ഒരു ദോഷവും, ഈ പൈശാചിക ശക്തികൾക്ക് നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന് നേരെ, നിന്റെ തലമുറയ്ക്ക് നേരെ ഒരു ദോഷവും ചെയ്യാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം നീ അധികാരിയ. നിനക്ക്
കർത്താവ് വിശ്വസിച്ച് നിനക്ക് കർത്താവ് അധികാരം തന്നിരിക്കും. ആ ഒരു ഉറപ്പ് ഈ പകൽക്കാലം നമ്മൾ എല്ലാവരിലും വരട്ടെ. 2-3 ചിന്തകളിലൂടെ ഇത് നിങ്ങളെ ഉറപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ മക്കൾ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ വിടുവിക്കുവാൻ വേണ്ടി മോശ ഫറവോന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈജിപ്തിനെ കുറിച്ച് നമ്മൾ വായിച്ചാൽ പൈശാചിക ശക്തിയുടെ കുടീരമെന്നാണ് വായിക്കുന്നത്. പ്രൈസ് ലോർഡ് മമ്മികളുടെ നാട് എന്ന് വെച്ചാൽ ഹല്ലേലൂയ ശവങ്ങളെ ആരാധിക്കുന്ന നാട്, മന്ത്രവാദികളും ശകുനവാദികളും പ്രബലമായപ്പെടുന്ന നാട്. ഹല്ലേലൂയ അത്രമാത്രം പൈശാചിക മേഖല കൊടികൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈജിപ്റ്റ്. അപ്പോൾ തന്നെ ഹല്ലേലൂയ അക്കാലത്തെ രഥങ്ങൾ, കുതിരകൾ, പട്ടാളമുള്ള സിവിലൈസ്ഡ് കൺട്രിയാണത്. അതിന്റെ അധികാരിയാണ് ഫറവോൻ. ആ ഫറവോന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മോശ എന്റെ ദൈവത്തെ ആരാധിക്കുവാൻ, ഇസ്രായേലിന്റെ ദൈവത്തെ ആരാധിക്കുവാൻ, ജനത്തെ വിട്ടയക്കുവാൻ ധൈര്യത്തോടെ പറയുമ്പോൾ അവനെതിരെ ഒന്നും ചെയ്യാൻ ഫറവോന് കഴിഞ്ഞില്ല എന്നുള്ളത് ഈ പകൽക്കാലം ഓർക്കണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആ ശകുനവാദികൾക്ക്, ആ മന്ത്രവാദികൾക്ക്, അവന്റെ സൈന്യത്തിന്, അവന്റെ അധികാരത്തിനൊന്നും മോശയ്ക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അഹരോനെതിരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഹല്ലേലൂയ. ഒരു ദോഷവും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. 10 ബാധകൾ അവിടെ അയക്കപ്പെടുന്നു. അതുപോലെ മോശ ഫറവോന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വടി കയ്യിൽ താഴെയിട്ട് അത് പാമ്പാകുന്നു, അതിനെ കൈകൊണ്ട് പിടിച്ചെടുക്കുന്നു, അത് വടിയായി മാറുന്നു. അതേ അത്ഭുതം മന്ത്രവാദികൾ ചെയ്യുന്നുണ്ട്. വെള്ളം രക്തമാക്കുമ്പോൾ മന്ത്രവാദികൾ വെള്ളം രക്തമാക്കി. തവള സ്തോത്രം ബാധിക്കപ്പെടുമ്പോൾ മന്ത്രവാദികളും കുറച്ച് തവളയും കൂടെ ഉണ്ടാക്കുന്നു. പക്ഷെ 2 എണ്ണം കഴിഞ്ഞു, 3-ാമത്തെ പേൻ വർദ്ധിച്ചപ്പോൾ പിന്നെ അവർക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. ആ പേൻ മുതൽ മുൻപോട്ട് ചിന്തിച്ചാൽ അവയ്ക്കൊന്നും ചെയ്യാനായിട്ട് കഴിയും. ഇപ്പൊ ഞാനിത് പറയാൻ ഒരു അർത്ഥം, ഒരു വ്യാഖ്യാനം, ഒരു ചിന്ത ഇത്രയുമാണ് പറഞ്ഞത്. മോശ എന്ന വ്യക്തിക്കെതിരെ, ഹല്ലേലൂയ, അഹരോൻ എന്ന വ്യക്തിക്കെതിരെ ഒരു ദോഷവും ചെയ്യാൻ മന്ത്രവാദികൾക്കോ ഹല്ലേലൂയ ഫറവോനോ കഴിയുന്നില്ല എന്നുള്ളത് ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മനസ്സിൽ കിടക്കണം. കാരണം ഹല്ലേലൂയ ദൈവത്തിന്റെ അധികാരവുമായിട്ട് മോശ അവിടെ നിൽക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഫറവോന്റെ മന്ത്രവാദികൾക്കും ഫറവോന്റെ ഹല്ലേലൂയ സൈനിക ശക്തിക്കൊന്നും അവന്റെ നേരെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ് ഒരു ദോഷവും മോശയ്ക്കെതിരെ ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ മുൻപോട്ട് വരുമ്പോൾ ബാലാക്ക് എന്നൊരു രാജാവ് ബിലയാം എന്നൊരു ദുർമന്ത്രവാദിയെ വിളിച്ചു കൊണ്ടുവന്നു ഇസ്രായേൽ ജനം ശപിക്കുവാൻ വേണ്ടി പറയുന്നു. എന്നാൽ ബിലയാം ബാലാക്കിനോട് പറയുന്നത് പ്രൈസ് ദി ലോർഡ് ആഭിചാരം ഇസ്രായേലിന് ഫലിക്കുകയില്ല, ലക്ഷണ വിദ്യ അവനോട് ചേർന്ന് പറ്റുകയില്ല. കാരണം പറയുന്നത് ഇവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട ജനം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. യഹോവ അധികാരം കൊടുത്ത് യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന ഈ ജനത്തെ ഹല്ലേലൂയ എനിക്കെന്നല്ല ആർക്കും ശപിക്കുവാൻ, ആർക്കും ഹല്ലേലൂയ ആഭിചാരം ചെയ്യുവാൻ, ആർക്കും ദോഷം ചെയ്യുവാൻ കഴിയുകയില്ലെന്ന് ഹല്ലേലൂയ ബിലയാം അവിടെ സമ്മതിക്കുക. ഞാൻ പറയാൻ ദൈവമക്കളെ, ബാലാക്ക് ഇതിനു മുമ്പിൽ ബിലയാമിനെ വിളിച്ച് പല പരിപാടിയും ചെയ്തിട്ടുണ്ട്. പലർക്കെതിരെ ഇവൻ ദോഷം ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷെങ്കിൽ ഇവൻ ഈ ഈ ഈ ഈ രാജാവായി ഇരിക്കുന്നതും ഇങ്ങനെയുള്ള ദോഷപ്രവർത്തിയൊക്കെ ചെയ്ത് മന്ത്രവാദത്തിന്റെയും ഹല്ലേലൂയ അതിന്റെയൊക്കെ ശക്തി കൊണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇത്ര ഉറപ്പോടെ ബിലയാമെന്ന് പറഞ്ഞ ഈ കള്ളപ്രവാചകനെ, ദുർമന്ത്രവാദിയെ വിളിച്ചുകൊണ്ട് വന്നതിന്റെ കാരണം അതല്ലേ. അപ്പോൾ ഞാൻ പറയട്ടെ, ഇസ്രായേൽ ജനത്തിനു എതിരെ ഒരു ദോഷവും ചെയ്യാൻ പറ്റാഞ്ഞതിന്റെ കാരണം യഹോവ അനുഗ്രഹിച്ച്, യഹോവ അധികാരപ്പെടുത്തിയിരിക്കുന്ന, യഹോവ നന്മ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ജനത്തിനെതിരെ ഒരു ദോഷവും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് നമ്മൾ വീണ്ടും മുൻപോട്ട് ചിന്തിച്ചാൽ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോസ്തലൻ പൗലോസ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആ ഹല്ലേലൂയ താൻ
മെലീത്ത ദ്വീപില് കയറി ചെല്ലും. 28 അധ്യായം. കപ്പല് തകർന്ന് അവരെല്ലാം മെലീത്ത ദ്വീപിലേക്ക് ചെന്ന് കയറുമ്പോൾ താൻ അല്പ തീയിടുകയും ആ തീ ഇടുമ്പോൾ താൻ ഒരു വിറകെടുപ്പ് ഇട്ടുവാൻ വേണ്ടി ശ്രമിച്ചു. തന്റെ കയ്യിലേക്ക് ഒരു അണലി കടിച്ചു. അവിടുത്തെ ദ്വീപ് നിവാസികൾ ഈ അണലി കടിക്കുന്നത് കണ്ടിട്ട് അവർ പറഞ്ഞു, നീതിദേവി ഇവനെ ഹല്ലേലൂയ ജീവിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ, ചത്തു വീർക്കുമല്ലോ എന്ന് പറഞ്ഞു വരുന്നു. ഞാനിത് പറയുന്നത്, ദ്വീപ് നിവാസികൾ ഇതുവരെ കണ്ടത് ഈ അണലി കടിച്ചാൽ ഒരുത്തനും രക്ഷപ്പെട്ടിട്ടില്ല. അത് അവർക്കറിയാം, അവരുടെ അനുഭവമാണ്. കാരണം ഈ ദ്വീപിൽ വസിച്ചിരിക്കുന്ന ഈ ദ്വീപ് നിവാസികൾക്ക് ഇതിനെക്കുറിച്ച് നല്ല വ്യക്തതയുണ്ട്. എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഹല്ലേലൂയ, പൗലോസിനെ കടിച്ച് അണലി തീയിൽ വീണ് ചത്തു, പൗലോസ് ചത്തില്ല. അതിന്റെ അർത്ഥം ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഈ അണലി കടിച്ച് അനേകർ മരിച്ചിട്ടുണ്ട്, അണലി രക്ഷപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ഹല്ലേലൂയ, ഒരു ഭക്തന്റെ ജീവിതത്തിലേക്ക് ഈ അണലി കടിക്കുവാൻ തുടങ്ങിയത് അണലിയുടെ ഹല്ലേലൂയ നാശവും അണലിയുടെ വംശനാശത്തിനും കാരണമായി തീർന്നു. ആ അണലിക്ക് ആ ഭക്തനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ദ്വീപ് നിവാസികൾ അവർ അനുഭവസ്ഥര. അവർ പറയുക, ഇങ്ങനൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അവർ പൗലോസിനെ ഒരു ദൈവത്തെ പോലെ ഉറ്റുനോക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ ഇതേ ഒരു ചരിത്രം എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയണമെന്ന് ആഗ്രഹം. നെഹമ്യാവ് യെരൂശലേമിന്റെ ഹല്ലേലൂയ സ്തോത്രം ആ സ്ഥലത്തിന്റെ മതിൽ പണിയുവാൻ വേണ്ടി വരുമ്പോൾ രാജാവ് അധികാരപത്രം കൊടുത്തു വിടുകയും, അത് സ്തോത്രം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ, ഞാൻ യഹൂദ ദേശത്ത് അവരുടെ ദേശാധിപതിയായി നിയമിക്കപ്പെട്ട നാൾ മുതൽ അർത്ഥകഷ്ട രാജാവിന്റെ 20-ാം ആണ്ട് മുതൽ തന്നെ. അപ്പൊ നിങ്ങൾ നോക്കണം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ മനുഷ്യൻ രാജകീയ അധികാരപത്രം മേടിച്ചുകൊണ്ട് രാജാവ് യഹൂദ ദേശത്തിലെ ഗവർണറായി നിയമിക്കപ്പെട്ടാണ് ഈ മതിൽ പണിയുവാൻ വേണ്ടി വരുന്നത്. മതിൽ പണിയുവാനുള്ള അധികാരപത്രം തന്റെ കയ്യിലുണ്ട്. മരം കിട്ടുക അല്ലെങ്കിൽ വാങ്ങിക്കുവാൻ അധികാരപത്രമുണ്ട്. താൻ ഇപ്പോൾ യഹൂദ ദേശത്തിന്റെ ഗവർണർ എന്ന പദവിയുടെ അധികാരം തന്റെ കയ്യിലുണ്ട്. ഈ അധികാരത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം അധികാരം തന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നതാണ് സ്തോത്രം ഈ മതിൽ പണിക്കെതിരെ എഴുന്നേറ്റ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ ദേശത്തിന്റെ നദിക്ക് അക്കരെയുള്ള പ്രൈസ് സൻബല്ലത്ത്, തോബിയാവ് എന്ന ഹല്ലേലൂയ ദേശാധിപതിമാർ, അവർ ഈ മതിൽ പണിയാതിരിക്കുവാൻ തടയാൻ ശ്രമിച്ചപ്പോൾ അവർക്കൊരു അറിവ് കിട്ടി. ഇവൻ അധികാരപത്രവും കൊണ്ട് വന്നിരിക്കുന്നത്, ഇവൻ യഹൂദ ദേശത്തിന്റെ ഗവർണറാ. അതുകൊണ്ട് ഇവനെതിരെ ഹല്ലേലൂയ നേരിട്ടൊരു ദോഷവും ചെയ്യാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് അവർ വളഞ്ഞ വഴി പലതും നോക്കുന്നുണ്ട്. രാജാവിനെതിരെ രാജാവിന്റെ അടുക്ക് കത്തെഴുതുകയാണ്. പ്രൈസ് ദി ലോർഡ്, നീ അധികാരം കൊടുത്തല്ലേ വിട്ടത്, ഇവരെ എല്ലാം കൂട്ടി നിനക്കെതിരെ മത്സരിപ്പിക്കും. പക്ഷേ നേരിട്ടൊരു യുദ്ധത്തിനോ നേരിട്ടൊരു പ്രവർത്തിക്കോ സൻബല്ലത്തിനും തോബിയാവിനും കഴിയാത്തതിന്റെ കാരണം അവർ ആ ദേശത്തിന്റെ ഹല്ലേലൂയ അവർക്ക് അധികാരമുണ്ട്, ഹല്ലേലൂയ അവർക്ക് ഇതിനെ തടയാൻ പറ്റും. പക്ഷേ ഹല്ലേലൂയ അത് ഹല്ലേലൂയ അസാധുവായി, അല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയാത്തത് ഈവൻ ഒരധികാരിയായി നിൽക്കുന്നു എന്നുള്ളതാണ്. നെഹമ്യാവിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയാഞ്ഞത് അവൻ ഒരു അധികാരിയായിരുന്നു. ഇത് പകൽക്കാലം എന്റെ മെസ്സേജ് ഇവിടെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ ദൈവമക്കളെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് അധികാരം കൈമാറുകയാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, പ്രൈസ് ദി ലോർഡ്, വിശ്വസിക്കുന്ന ഏവർക്കും തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഈ അധികാരം കർത്താവ് കൈമാറിയിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾക്ക് കിട്ടിയ അധികാരത്തിന്റെ പ്രത്യേകത എന്നുള്ളത് സ്വർഗത്തിലെയും ഭൂമിയിലെയുമുള്ള അധികാരം. രണ്ടും ഹല്ലേലൂയ സ്തോത്രം, രണ്ട് അധികാരങ്ങളാ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട്
ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഒരു ദുഷ്ടശക്തികളും നാം ചെല്ലുന്നിടത്ത് പ്രബലമാകത്തില്ല. അവ തകർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ, മോശയ്ക്കെതിരെ മന്ത്രവാദികൾ നിൽക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടതുപോലെ മന്ത്രവാദി ചിലപ്പോൾ നിന്നിരിക്കും. ബാലാക്ക് ബിലയാമിനെ വിളിച്ചതുപോലെ ബിലയാം ചിലപ്പോൾ വന്നൊന്ന് നോക്കിയെന്നിരിക്കും. സൻബല്ലത്തും തോബിയാവും ഒക്കെ വളഞ്ഞ വഴിയിലൂടെ എഴുത്തുകൾ അയച്ചെന്നിരിക്കും. പേടിപ്പിക്കാനും ഭയപ്പെടുത്തുവാനും നമ്മളെ ശ്രമിച്ചെന്നിരിക്കും. എന്നാൽ നാം അധികാരി ആയതുകൊണ്ട്, സ്വർഗത്തിലും ഭൂമിയിലെ അധികാരം നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്കെതിരെ ഒരു ദോഷവും ചെയ്യാൻ അവയ്ക്ക് കഴിയയില്ല. അവ തകർന്നു പോകും. ഇന്ന് പകൽക്കാലം നീ ഏതെങ്കിലും പ്രതിസന്ധികളിലോ പ്രതികൂലങ്ങളിലോ കടന്നു പോകുന്നില്ല. രോഗമാകട്ടെ, അല്ലെങ്കിൽ പ്രശ്നങ്ങളാകട്ടെ, അല്ലെങ്കിൽ മുൻപോട്ട് പോകാൻ കഴിയാത്ത മേഖലകളാകട്ടെ, ഹല്ലേലൂയ, എന്ത് നിനക്കെതിരെ ഉണ്ട് എന്ന് നിനക്ക് തോന്നുന്നു, പ്രൈസ് ദി ലോർഡ്, ഭയപ്പെടേണ്ട. അതൊക്കെ പിശാച്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ നിന്നെ ഭയപ്പെടുത്തുവാൻ, ഒരു അധികാരസ്ഥനായി നിന്നെ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ചില മേഖലയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ, അവ ഒക്കെ ഒന്നിനും ഒരു ദോഷവും നിനക്ക് ചെയ്യുവാനായിട്ട് കഴിയില്ല. നിന്റെ കുടുംബത്തിന് ചെയ്യാൻ കഴിയില്ല. നിന്റെ കുടുംബ ജീവിതത്തിന് ചെയ്യാൻ കഴിയുകയില്ല. നിന്റെ തലമുറയ്ക്ക് നേരെ ചെയ്യാൻ കഴിയുകയില്ല. നിന്റെ വിദ്യാഭ്യാസത്തിന് നേരെ ചെയ്യാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. അവയ്ക്കൊന്നിനും ഒരു ദോഷവും ചെയ്യാൻ കഴിയുകയില്ല. ഇന്നതൊന്ന് ഉറക്കട്ടെ ദൈവ മക്കളെ. പ്രൈസ് ദി ലോർഡ്. നീ അധികാരിയ. നിന്നെ അധികാരപ്പെടുത്തിയത്, ഹല്ലേലൂയ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടവനാണ്. അവൻ നിന്നെ അധികാരപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് നിന്നെ കാണുമ്പോൾ പിശാച് ഓടിപ്പോകുക. അവൻ പ്രബലനാകത്തില്ല. അവൻ നിന്റെ കാൽ കീഴ. പ്രൈസ് ദി ലോർഡ്. അവൻ ചെയ്യുന്ന ഒരു ദോഷവും നിനക്ക് ഫലിക്കത്തില്ല. നമുക്ക് ഉറയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, അങ്ങ് ഞങ്ങളെ ഈ ഭൂമിയിൽ, കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി വേർതിരിച്ച് അധികാരത്തോടെ നിർത്തിയതോർത്ത് സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് തന്ന അധികാരം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും. ഹല്ലേലൂയ. അതിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളെ, ഹല്ലേലൂയ, അനുഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ദുഷ്ടനായവൻ ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ, ഞങ്ങളെ ഭീരുവാക്കുവാൻ, ഞങ്ങളെ ഭ്രമിക്കിപ്പിക്കുവാൻ ചില കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ ശരീരത്തിൽ, ഞങ്ങളുടെ ചിന്തയിൽ, ഞങ്ങളുടേതായ സർക്കംസ്റ്റാൻസിൽ കൊണ്ടിട്ട് ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ ചെയ്യുമ്പോൾ, കർത്താവെ, ഞങ്ങൾ ഉറയ്ക്കുന്നു, അങ്ങ് അധികാരത്തിൽ ഞങ്ങളെ നിർത്തിയിരിക്കുമ്പോൾ അവയ്ക്കൊന്നിനും ഒരു ദോഷവും ചെയ്യാൻ കഴിയയില്ലെന്ന് അങ്ങ് തെളിയിച്ച് ജനത്തെ വീണ്ടും ഉറപ്പിക്കുന്നതോർത്തും സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ലപ്പ, പൗലോസിനെ കടിക്കുവാൻ കടിച്ച് അണലി, അത് കണ്ട ബർബരന്മാർ, ദ്വീപ് നിവാസികൾ, ഹല്ലേലൂയ, അവർ മരിക്കുമെന്ന് പൗലോസ് വിചാരിച്ചു. മരിച്ചില്ല. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ അണലി ചത്തതുപോലെ ജനത്തെ ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന, ഭ്രമിപ്പിക്കുന്ന കർത്താവ് മേഖലകളെ കർത്താവ് ശാസിച്ച്, കർത്താവ് അവ ജനത്തിൽ നിന്ന് അകന്ന് ജനം വിടുവിക്കപ്പെട്ട് ദ്വീപനിവാസികൾ കർത്താവ് പൗലോസ്, ഹല്ലേലൂയ, ജീവിതത്തിൽ വന്ന വിടുതൽ കണ്ട് അവർ കർത്താവിലേക്ക് തിരിഞ്ഞതുപോലെ കർത്താവ് ചിലരെ കർത്താവിലേക്ക് തിരിയിക്കുവാൻ, ഹല്ലേലൂയ, ജനത്തെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കടിക്കപ്പെട്ട അണലി, ഈ മന്ത്രവാദികൾ, ഈ ശകുനവാദികൾ, ഈ ബിലയാമൊക്കെ പരാജയപ്പെടുന്നത് അങ്ങയുടെ ജനം കണ്ട്, കർത്താവേ, ഹല്ലേലൂയ, അങ്ങയുടെ ജനവും അവരെ കാണുന്നവരും വിടുതൽ അനുഭവിപ്പാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തെ ഈ വചനം വച്ച് അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ അവർ അധികാരികളാണെന്നും, ഓ ജീസസ്, അവർക്കെതിരെ ഒരു ദോഷവും ഫലിക്കത്തില്ലെന്നും ഉറപ്പ് കൊടുക്കണമേ എന്നും അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്. സകലവും ഞങ്ങൾക്ക് സുഖേശ്വര ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രമിക്കണേ, സ്വർഗീയ നല്ല പിതാവേ.
ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനത്തിന് കർത്താവ് തരട്ടെ. ഹാവ് എ ബ്ലസ്ഡ് ഡേ. ഗോഡ് ബ്ലസ് യു.